Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Afternoon. Good afternoon. Okay, fine. Good afternoon to all. Myself Jisha. നിങ്ങൾക്ക് മൺഡേ എന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. Only Monday, okay. So part 1 and part 2 complete ചെയ്തു അല്ലേ teachers? So do you have any prayer? നിങ്ങൾക്ക് prayer ഉണ്ടോ? Yes, ma'am. So we can start the class with the prayer, okay? Please. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. Is in you, is in you, in you. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. Is in you, is in you, in you. I will praise you with all of my life. I will praise you with all of my strength, with all of my life, with all of my strength, with all of my hope in you. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. Is in you, is in you, in you. Thank you. That was very nice, very soothing. ഒരു മെഡിറ്റേഷനിലൊക്കെ ഇരിക്കണ പോലെ ഉണ്ട്. So only prayer, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? Good afternoon. Only prayer മാത്രമേ ഉള്ളോ? നിങ്ങളോട് സൈൻ ഇൻ ചെയ്യാൻ പറയും. Yeah, yes, please. Yes. എന്തെങ്കിലും പറയാമെന്നാണോ? കുറച്ച് ഹാൻഡ് റൈസ് കാണാലോ. എന്തെങ്കിലും പറയാനാണോ? ഓക്കെ. സോ പ്രേയർ മാത്രമേ ഉള്ളൂ. സൈൻ ഇൻ ഉണ്ടോ? വെൽക്കം ഉണ്ടോ? തോട്ട് ഓഫ് ദ ഡേ ഉണ്ടോ? No, Miss. ഓക്കെ. നമുക്ക് സൈൻ ഇൻ ആദ്യത്തെ ഒരു 6 മിനിറ്റ്സിൽ തന്നെ ഇതെല്ലാം കഴിയണം. കാരണം നമുക്ക് സമയം കുറവാണല്ലോ. അപ്പൊ പ്രേയർ, ആഫ്റ്റർ പ്രേയർ സൈൻ ഇൻ ഉണ്ട്. അപ്പൊ സൈൻ ഇൻ ഞാൻ ഉൾപ്പെടെ 48 പേരാണ് ഇവിടെ ഉള്ളത്. 47 പേരും സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാണ്. സോ എവറി ഡേ ആരെങ്കിലും 2 പേര് പ്രിപ്പയർ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യണം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ RJസും റേഡിയോ ജോക്കിയും അതുപോലെ തന്നെ വീഡിയോ ജോക്കീസ് എല്ലാം വരുമ്പോ ഒരു ഇൻട്രോ ചെയ്യണത്? ഐ ആം സു ആൻഡ് സു എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് രഞ്ജിനി ഹരിദാസ് ഷോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ആദ്യം വരുന്ന ഒരു വരവല്ലേ? അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് വേയില് വളരെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് ഡാൻസ് സ്റ്റെപ്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ലൈക്ക് തിരുവാതിര, ഒപ്പന, മാർഗംകളി, കുച്ചിപ്പിടി, ഭരതനാട്യം, സൂബ, എറോബിക്സ്, അങ്ങനെ എന്തും, യോഗ സ്റ്റെപ്പോ എന്ത് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടും യു ക്യാൻ സൈൻ ഇൻ. സിമിലർലി നമ്മുടെ ക്ലാസ് തീരുമ്പോഴും നമ്മളൊരു സൈൻ ഔട്ട് ചെയ്യണം. സൈൻ ഇൻ ചെയ്യുമ്പോൾ എല്ലാവരെയും വിഷ് ചെയ്യണം. പിന്നെ ആരെങ്കിലും ഒരാൾ വെൽക്കം ചെയ്യണം ഹോൾ ക്ലാസ്സിന്. പിന്നെ അതിനുശേഷം തോട്ട് ഓഫ് ദ ഡേ ഒരാൾക്ക് പറയാം. ഇതെല്ലാം ഫസ്റ്റ് 10 മിനിറ്റ്സിൽ താഴെയാക്കിയിട്ട് നമ്മൾ അത് തീർക്കണം. പിന്നെ ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഒരു സൈൻ ഔട്ട് ഉണ്ട്. ഇത് ചെയ്യിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സ് അതുപോലെയാണ്. നമുക്ക് നമ്മുടെ ഷൈനെസ് മാറണം, നമ്മൾ ആക്റ്റീവ് ആകണം. കുഞ്ഞു കുട്ടികളായിട്ടല്ലേ നമ്മൾ ഡീൽ ചെയ്യുന്നത്, അവർക്കൊന്നും അറിയില്ലല്ലോ, ഇന്നസെന്റ് അല്ലേ. അപ്പൊ അവരുടെ അടുത്ത് ഹനു മിസ് ആണ്. യെസ്, ഓക്കെ. സോ ക്ലാസ്സിലേക്ക് കിടക്കാം, അധികം സമയം കളയുന്നില്ല. സോ ഇറ്റ് വാസ് മോഡ്യൂൾ 1 പാർട്ട് 3 മറിയ മോണ്ടിസോറി. ശരണ്യ മിസ് എടുത്തു കഴിഞ്ഞു അല്ലെ? അബൌട്ട് മറിയ മോണ്ടിസോറി. സോ സെക്കൻഡ് യൂണിറ്റ് പാർട്ട് മോഡ്യൂൾ 1-ലെ പാർട്ട് 3 സെക്കൻഡ് യൂണിറ്റ് ദ മോണ്ടിസോറി മെത്തേഡ്സ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്സ്. ഞാൻ വിട്ടുപോയി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പാർട്ട് 3 അല്ലേ?
മിസ്സിന്റെ നെയിം? എന്റെ പേര് ജിഷ, JISHA. You can see my name there. ഇനി മുതൽ മിസ്സാണോ പഠിപ്പിക്ക? മൺഡേ ഞാനായിരിക്കും. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? സോ പാർട്ട് 3 ആയ അപ്പൊ ശരണ്യ മിസ് ഇനി ഉണ്ടാവില്ല? ശരണ്യ മിസ്സിനെ ഉണ്ടാവില്ല. ഓരോ ചാപ്റ്റർ ഓരോ ടീച്ചേഴ്സ് ആണോ എടുക്കുന്നത്? എങ്ങനെയാ നിങ്ങളോട് ഇതിന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ശരണ്യ മിസ് ഓരോ പാർട്ടും ഓരോ ടീച്ചേഴ്സ് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ ശരണ്യ മിസ് പാർട്ട് 3 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? സോ അത് ഞാൻ പാർട്ട് 3 ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ പാർട്ട് 3 ആയതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇറ്റ് ഇസ് ടൈം ഫോർ ടു സ്റ്റാർട്ട് യുവർ റെക്കോർഡ്സ്. റെക്കോർഡ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. മാം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. സോ നമുക്ക് ഇപ്പോഴേ റെക്കോർഡ് എഴുതാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെന്റിലാവുമ്പോഴുള്ള ഹറിബറി ഒഴിവാക്കാൻ പറ്റും. ഒരു ദിവസം ഒരു 1 hour ഹാഫ് ആൻ അവറോ റെക്കോർഡ് റൈറ്റിംഗിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് ഭയങ്കര ഹെക്ടിക് ആവും. കാരണം വേറെ പല ജോലിയും ഒക്കെ ഉള്ളവരായിരിക്കും, അമ്മമാരായിരിക്കും, വീട്ടിലെ കാര്യം നോക്കണം. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റാർട്ട് ദ റെക്കോർഡ് റൈറ്റിംഗ് നൗ ഇറ്റ്സെൽഫ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും തരാം. ഞാനിതൊന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, സോ മോണ്ടിസോറിയെ കുറിച്ച് മാം നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്താണ് ഈ മോണ്ടിസോറി മെത്തേഡ്? അതും നമ്മളുടെ കൺവെൻഷണൽ, നമ്മളെല്ലാം പഠിച്ചത് ട്രഡീഷണൽ മെത്തേഡാണ്, കൺവെൻഷണൽ മെത്തേഡാണ്. അപ്പൊ അതും കൺവെൻഷണൽ മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും എന്താണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതൊക്കെ ആ ഡിഫറൻസസ് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യാം, വിച്ച് വൺ ഈസ് ഫാർ ബെറ്റർ, ഓരോന്നിന്റെയും പ്ലസ് മൈനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഷെയർ ചെയ്യാട്ടോ. മിസ് ഇപ്പൊ സെക്കൻഡ് യൂണിറ്റ് ആണോ എടുക്കുന്നത്? ഞാൻ പാർട്ട് 3 സെക്കൻഡ് യൂണിറ്റ് ദ മോണ്ടിസോറി മെത്തേഡ് ഇപ്പൊ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ഒരു ചെറിയ ചാപ്റ്റർ ആണ്, ട്രഡീഷണൽ മെത്തേഡ്. യെസ്, കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പറയാനുണ്ട്. നമ്മൾ പഠിച്ചപ്പോ അങ്ങനെയായിരുന്നു, ശരിയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാനുണ്ട്. നമുക്ക് കുറെ നമ്മളുടെ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ളത്. സോ മോണ്ടിസോറിയെ കുറിച്ച്, മറിയ മോണ്ടിസോറിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞു ഒന്ന് ഷെയർ ചെയ്യാം. Maria Montessori was a physician. മറിയ മോണ്ടിസോറി ഒരു ഫിസിഷ്യൻ ആയിരുന്നു. The founder of the Montessori. ഫൗണ്ടർ ആണല്ലേ അവര്, മോണ്ടിസോറി മെത്തേഡ് എന്നുള്ള മെത്തേഡിന്റെ ഒരു ഫൗണ്ടർ അവരാണ്. അത് ഡിസൈൻ ചെയ്തത്. അത് ഡിസൈൻ ചെയ്യാനായിട്ട് അത്രത്തോളം റിസർച്ചുകൾ മറിയ മോണ്ടിസോറി നടത്തി. ഒബ്സർവേഷൻ അവർ ചെയ്ത ഫസ്റ്റ് ടൂളാണ് ഒബ്സർവേഷൻ. കുട്ടികളെ അവർ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ സിറ്റുവേഷനിൽ ഓരോ എൻവയോൺമെന്റിൽ താമസിക്കുന്ന കുട്ടികളെ ഒബ്സർവ് ചെയ്തു, അവരത് ചെയ്തു. പിന്നെ മറിയ മോണ്ടിസോറി ആ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു അത്രയും ജെൻസിന്റെ കൂടെ പഠിച്ചത്. അതും വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരത് അപ്ലൈ ചെയ്തത് സ്പെഷ്യൽ ചൈൽഡില്ലേ അവരിലാണ് അപ്ലൈ ചെയ്തത്. അബൌട്ട് ഒരു 60 numbers എന്തോ വരുന്ന സ്പെഷ്യൽ നീഡ്സ് വേണ്ടി വരുന്ന കുട്ടികളിലായിരുന്നു അപ്ലൈ ചെയ്തത്. അവരിൽ ചെയ്തപ്പോ തന്നെ നല്ല റിസൾട്ടാണ് വന്നത്. അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് അങ്ങനെയാവുമ്പോൾ നോർമൽ കിഡ്, നോർമൽ എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, അങ്ങനത്തെ സ്പെഷ്യൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കുട്ടികളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും, അത് നല്ലതായിരിക്കുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞാണ് അവര് തുടങ്ങിയത്. അപ്പൊ അവര് സ്പെഷ്യൽ കിഡിൽ അപ്ലൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ മോണ്ടിസോറി ഓരോന്നും ഡിസൈൻ ചെയ്തത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടായിരുന്നു. അതായത് ക്ലാസ് റൂമിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ, കുട്ടികൾ ഇരിക്കുന്ന ചെയർ, മാറ്റ് എല്ലാം നാച്ചുറൽ ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ഒക്കെ നാച്ചുറൽ, ഒന്നും ആർട്ടിഫിഷ്യൽ ആയിരുന്നില്ല. എല്ലാം നാച്ചുറുമായിട്ട് കണക്ട് ചെയ്യായിരുന്നു മോണ്ടിസോറി. മോണ്ടിസോറി അവരുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല വിചാരിച്ചത്, ഹോൾ യൂണിവേഴ്സിലേക്ക് ഇത് കൊണ്ടുവരണം, അത് അപ്ലൈ ചെയ്യണം എന്നായിരുന്നു ഇത് തുടങ്ങുമ്പോൾ അവർ തീരുമാനിച്ചിരുന്നത്. പിന്നെ അവര് പറയണതെന്ന് വെച്ചാൽ നമുക്കൊരു കൺട്രിന്നോ ഒരു വില്ലേജിന്നോ ഒരു ടൗണിനോ അല്ല, നമ്മളുടെ ഹോൾ യൂണിവേഴ്സിന്റെ
പീസ് ആൻഡ് ഹാർമണി. അതായിരുന്നു മറിയ മോണ്ടിസോറിയുടെ എയിം. എല്ലായിടത്തും സന്തോഷവും സമാധാനവും. ഹാർമണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസിന്റെ പീക്കിൽ എത്തുന്ന ലെവലാണ്. അപ്പോ മോണ്ടിസോറി ക്ലാസ് റൂംസ് ഡിസൈൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ ഒരു സ്മോൾ വേർഷൻ ഓഫ് യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയൊരു വേർഷൻ, അതാണ് ഡിസൈൻ ചെയ്തത്. അപ്പൊ 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികൾ അവർ ആഫ്റ്റർ 6 ഇയേഴ്സ് അവർ പുറത്തേക്ക് പോയി പുറത്തുള്ള ലോകം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു അപരിചിതത്വം ഇല്ല. കാരണം ഓൾറെഡി അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ അവർ ആ ക്ലാസ് റൂമിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. പുറത്തെ വേൾഡിന് അതിന്റെ വലുതാണ് അവർ കണ്ടത്. സോ അവരവരുടെ അഡോളസൻസ് അഡൾട്ട്ഹുഡിലേക്കൊക്കെ കിടക്കുമ്പോൾ വളരെ നോർമൽ ആയിട്ട് തന്നെ അവർ പോകും. അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് അതുപോലെയാണ് ആ 3 to 6 ഇയേഴ്സിൽ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാമാണ് മറിയ മോണ്ടിസോറി ചെയ്തു വെച്ചത്. അപ്പോ അത് ഓൾമോസ്റ്റ് കുറെയൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മള് ഈ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. ഇപ്പോ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയതൊരു പ്യുവർ മോണ്ടിസോറി സ്കൂളിലാണ്. നോർമലി പ്യുവർ മോണ്ടിസോറി സ്കൂളിൽ ഞങ്ങളുടെ സിലബസ് അനുസരിച്ച് ഞങ്ങളെ വിടില്ല. CBSE സ്കൂളിൽ മാത്രമേ വിടുള്ളൂ, നോൺ മോണ്ടിസോറി സ്കൂളിലേ വിടുള്ളൂ. പക്ഷെ ഞാൻ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്ത് എന്നെ സമ്മതിച്ചായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് മോണ്ടിസോറി സ്കൂളിൽ ചെന്നാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ലൈക്ക് നമ്മൾ പഠിപ്പിക്കുന്നില്ല, നമ്മൾ കംപ്ലീറ്റ് ഒബ്സർവേഷൻ ആണ്. സംടൈംസ് ഓൺലി ഇന്റർവെൻഷൻ. അതൊക്കെ നിങ്ങൾക്ക് ഇനി മനസ്സിലാകും ഈ മെത്തേഡ് വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ നിങ്ങൾ നോൺ മോണ്ടിസോറി സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞങ്ങളുടെ സിലബസിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ആ സ്കൂളിൽ തന്നെ അവരെന്നെ അവിടെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ 1 year ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നെ ഞങ്ങളുടെ സ്കൂളിന്റെ ഹെഡ് സാറിന്റെ വൈഫ് ചൈനക്കാരിയാണ്. അപ്പൊ പുള്ളിക്കാരി സിംഗപ്പൂരിലാണ് അവര് കുട്ടികളുമായിട്ട്. അപ്പൊ സാറ് ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്യാൻ പോയപ്പോ സാറ് സ്കൂള് നോക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. കാരണം അത് നല്ലൊരു റെസ്പോൺസിബിലിറ്റി. കാരണം അവര് നാട്ടിലില്ല, താനും ഇന്ത്യ പോലും ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് അത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് അതില്ലാത്തതാണ് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. സോ അവിടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആണ്. സോ ഐ ക്യാൻ ഗിവ് യു ദ ഡീറ്റെയിൽസ് ബിക്കോസ് ഞാൻ ഓൾറെഡി അത് എക്സ്പീരിയൻസ്ഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അവിടെ നമുക്ക് ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ ഒരു റിഫ്രഷ്മെന്റ് അവരുമായിട്ട് ഒരു ആക്ഷൻ സോങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ എവ്രി വൺ ഹാസ് ടു പ്രിപ്പയർ ആൻ ആക്ഷൻ സോങ്. ഒരു ആക്ഷൻ സോങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ക്ലാസ്സിൽ അത് കാണിക്കുകയും ചെയ്യണം കേട്ടോ. അതും മാത്രമല്ല ഒരു റോൾ പ്ലേയും പ്രിപ്പയർ എന്തോ ചെയ്തിരുന്നോ? വെരി ഗുഡ്. റോൾ പ്ലേയോ? റോൾ പ്ലേ ഇല്ല അത് ചെയ്തില്ല. ഓക്കെ, അത് വേറെ ഒന്നുമില്ല. നമ്മളുടെ അതൊന്നുമില്ല. നമുക്കിപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയത് കൊണ്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ക്ലാസ് റൂം ആണെങ്കിൽ നിങ്ങൾക്ക് 4-5 പേർക്ക് ഒരുമിച്ച് ചെയ്യാം. ഓൺലൈൻ ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുക. ഇപ്പൊ ഒരു സോഷ്യൽ ഇഷ്യൂ, കുട്ടികൾ പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യുന്നു, അപ്പൊ അതിന്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ്, അങ്ങനെയൊക്കെ പല പല സോഷ്യൽ ഇഷ്യൂസ് നമ്മൾക്ക് ചുറ്റും കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് ഏതെങ്കിലും എടുത്തിട്ട് അതന്നെ ഒന്ന് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എല്ലാവരുടെയും ഡയലോഗ്, ഇപ്പൊ 4 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ 4 പേരുടെയും ഡയലോഗ്സ് നിങ്ങൾ തന്നെ നറേറ്റ് ചെയ്യേണ്ടി വരും, പറയേണ്ടതായിട്ട് വരും. പറയുമ്പോൾ വോയിസ് മോഡുലേഷൻ അതിനനുസരിച്ചാക്കുക. അമ്മയും മോളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്ന് വിചാരിക്കാം. അമ്മ സംസാരിക്കുമ്പോൾ ഒരു വോയിസ് മോഡുലേഷൻ ആയിരിക്കുമല്ലോ, മോള് സംസാരിക്കുമ്പോൾ വേറെ വോയിസ് മോഡുലേഷൻ ആയിരിക്കും. ഇനി വീട്ടില് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ചേർത്തത് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ മാം, ഇതില് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ ഗ്രൂപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആക്കാൻ പറ്റുമോ? പിന്നെന്താ, അല്ലെ, പല സ്ഥലത്ത് ഇരിക്കുന്നോണ്ട് ക്ലാസ്സിൽ കാണിക്കാൻ ബുദ്ധിമുട്ട് വരുമോ? ചോദിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ മുമ്പ് ആരെങ്കിലും? ബാക്കി ക്ലാസ്സുകളിൽ ഒരാള് തന്നെ എല്ലാം പറയുമായിരുന്നു. പിന്നെ അവരുടെ കുട്ടികളുമായിട്ട് ചേർന്ന് കാണിച്ചു. നിങ്ങൾക്ക് ഇപ്പൊ പലയിടത്തും ഇരിക്കുന്ന ഭാര്യ, സന, മനീഷ, സാന്ദ്ര, നിങ്ങൾ 4 പേരും കൂടി ആയിട്ട് കാണിക്കുവാന്ന് വിചാരിച്ചു. എനിക്ക് പെട്ടെന്ന് കാണുന്ന പേര് അതാണ്. 4 പേരുമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേൺ വരുമ്പോ അത് ഡയലോഗ്സ് പറഞ്ഞാൽ മതി. പക്ഷെ പറയുമ്പോ ടോൺ, വോയിസ് മോഡുലേഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുമ്പോൾ നമ്മുടെ വോയിസിൽ അത് വരണം.
നമ്മൾ ഭയങ്കര സങ്കടത്തോടെ പറയുമ്പോൾ ലോ ആയി പോകണം. അങ്ങനെയുള്ള നമ്മളുടെ ക്യാരക്ടർ എന്താണോ അതിനനുസരിച്ച് വോയിസ് മോഡുലേഷൻ ആക്കുക. പിന്നെ വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ഇപ്പോഴല്ല, നിങ്ങൾ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോവാം. മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. നെക്സ്റ്റ് ക്ലാസ്സിൽ റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. എന്താ മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും? there is some messages for somebody. നിങ്ങൾ എന്താ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ ആരാണോ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. എന്താ മോണ്ടിസോറി മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്? നമുക്ക് കുറെ ഡിഫറൻസ് താഴെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ കോഴ്സിനെ ജോയിൻ ചെയ്തേ. എന്താ ഡിഫറൻസ്? ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അത് നോക്കിയിട്ട് അതുപോലെ പഠിക്കലായിരിക്കും. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ പഠിക്കുന്നു. ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് പഠിക്കുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള പഠനം. അതെ, മോണ്ടിസോറി. വെരി ഗുഡ്. ദിവ്യ അതിനെ പറയാണ്ടായിരുന്നു. ഓക്കെ, യെസ്, കീൻ ഒബ്സർവേഷൻ ഒക്കെ ആയിരിക്കും. കീൻ ഒബ്സർവ്. അതുകൊണ്ടാണ് നമ്മൾ മോണ്ടിസോറി പഠിക്കുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസിൽ നമ്മളെ മോണ്ടിസോറിയിൽ പോകരുതെന്ന് പറയണേ. കാരണം നമ്മൾക്ക് അറിയില്ല, ചുമ്മാ ചെന്ന് അവിടെ പോയി നോക്കി നിന്ന് നമുക്കും തോന്നുന്നില്ലല്ലോ ഞാനൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ടീച്ചിങ് പ്രാക്ടീസ് അതർ സ്കൂളിൽ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം ലേണിംഗ് ട്രഡീഷണൽ മെത്തേഡില് ടീച്ചേഴ്സ് ആയിരിക്കും മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. മോണ്ടിസോറിയിൽ നമ്മൾ സ്റ്റുഡൻസിനായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ടീച്ചർ സെന്റേഡ് ട്രഡീഷണൽ, സ്റ്റുഡന്റ് സെന്റേഡ് മോണ്ടിസോറി, അതല്ലേ പറഞ്ഞത്? ഓക്കെ. പിന്നെ ഈ സ്റ്റഡിയിങ്ങും ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അറിയും? സ്റ്റഡി, ലേണിംഗ്. മെസ്സേജ് കൊണ്ടുവരുന്നുണ്ടല്ലോ. എന്താ സ്റ്റഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഒരാൾ പഠിപ്പിച്ചത് പഠിക്കുന്നതല്ല സ്റ്റഡി, നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പഠിക്കുന്നതായിരിക്കും ലേണിംഗ്. വെരി ഗുഡ്. ഒന്ന് സബ്ജക്ട് സ്റ്റഡിങ് ആണല്ലേ. ഞാൻ SSLC പാസ്സായത് 1994 ആണ്. സെയിം, എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എന്റെ തന്നോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ വേർത്ത് കുളിച്ചു പോകും. നിങ്ങൾക്ക് പറ്റും? പറ്റില്ല. നമുക്ക് എല്ലാ കാര്യവും എല്ലാ സമയത്തും ഓർമ്മ ഉണ്ടാവില്ല. ഏത് ഡോക്ടറിനായാലും ശരി, ആർക്കായാലും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ മോണ്ടിസോറി പഠിച്ച എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ തന്നാൽ ഞാൻ വളരെ കൂളായിട്ട് എഴുതും. കാരണം മറ്റേ എക്സാം എന്ന് പറയുമ്പോൾ മിസ്സേ, നമ്മൾ ഒരു കാര്യം ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് വഴി നമ്മൾ കാണാതെ പഠിച്ച് എഴുതുമ്പോൾ അത് ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡിൽ നിൽക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യത്തെ പറ്റി നമ്മളത് നമ്മുടെ കൺമുന്നിൽ കണ്ട് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ലൈഫ് ലോങ് അത് നമ്മുടെ കൂടെ കാണും. അതാണ് കാര്യം. ഒരെണ്ണം സബ്ജക്ട് സ്റ്റഡിങ്, ആ വിഷയം പഠിച്ച് പരീക്ഷ എഴുതി ചിലപ്പോ പരീക്ഷ ഹോളിൽ ഇറങ്ങി കഴിയുമ്പോഴേ അത് പോയിട്ടുണ്ടാവും സമയം. ഇതെന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്രോസസ് ആണ്, ഒരു തിമാറ്റിക് ലേണിംഗ് ആണ്. അതിൽ നമുക്ക് സബ്ജക്റ്റ് ആയിരുന്നു, ഇവിടെ നമ്മൾ തീമായിട്ട് എടുത്തിട്ട് അത് ലേൺ ചെയ്യും. അത് തീരുന്നില്ല, നമ്മൾ നമ്മുടെ ലൈഫിൽ അത് ഇങ്ങനെ ലേൺ ചെയ്യാൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വ്യത്യാസം വരുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എല്ലാ ക്ലാസ്സിലും കുട്ടികളോട് പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ എത്ര പേരുണ്ട്? 66 പേരുണ്ട്. നമ്മളെല്ലാരും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവും. കോമ്പറ്റീഷൻ ഇതാണ്, essay റൈറ്റിംഗ്. എസ്സേയുടെ ടോപ്പിക് നമുക്ക് തന്നു, നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് 10 മിനിറ്റ് മുമ്പ് നമുക്ക് ടോപ്പിക് തന്നു, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതായത് ലൈക്ക് ഇതാണ് വനം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. ഡീഫോറസ്റ്റേഷനെ നമുക്ക് എങ്ങനെ തടയാം, അതായത് വനം സംരക്ഷിക്കേണ്ട ആവശ്യകത. നമുക്ക് ടോപ്പിക് കിട്ടി. ഇപ്പൊ വളരെ ഈസിയാ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് ആണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ നിന്ന് വായിച്ചെടുത്തിട്ടാണ്. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ ഡിജിറ്റൽ വേൾഡ് ആണ്, നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ നമ്മളെല്ലാവരും 10 മിനിറ്റ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്തു. നമ്മളെല്ലാവരും വളരെ ഭംഗിയായിട്ട് എസ്സേ കിട്ടി, എല്ലാവർക്കും പ്രൈസ് കിട്ടി. ഓക്കെ, പ്രൈസ് കിട്ടി, ഹാപ്പി ആയി പോയി.
അവിടെ തീരുവാണെങ്കിൽ അത് വെറും സബ്ജക്ട് സ്റ്റഡിയിങ്. പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ തോട്ട് പ്രോസസ് തിങ്കിങ് തുടങ്ങുവാണേ, ഈ വനം സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യണം, എന്നെ കൊണ്ട് പറ്റുന്നത് എന്ത് ചെയ്യണം. സോ നമ്മൾ അവിടെ റെഡി ആവുക ലേണിംഗ് പ്രോസസ്സിങ്, നമ്മളത് അപ്ലൈ ചെയ്യുവാണ് നമ്മുടെ ലൈഫിലേക്ക് അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുക. സോ വി ആർ ഡൂയിങ് മോർ തിങ് ടു സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് പോകും. ഇതാണ് ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഒന്ന് സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു, നമുക്ക് പ്രൈസ് കിട്ടാൻ വേണ്ടി കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച് എഴുതി. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ അത് അപ്ലൈ ചെയ്തപ്പോൾ അത് തിമാറ്റിക് ലേണിംഗ് ആയി. ഇവിടെ നമ്മളത് ലേൺ ചെയ്യുക. ഇതാണ് വ്യത്യാസം. ഓക്കെ, പിന്നെ ഇത് തന്നെ വേറൊരു വേർഡിൽ പറയും, ആക്റ്റീവ് ലേണിങ്ങും പാസീവ് ലേണിങ്ങും. ഏതാണ് ആക്റ്റീവ് ലേണിംഗ്, ഏതാണ് പാസീവ് ലേണിംഗ്? ആക്റ്റീവ് ലേണിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡില്, പാസീവ് ലേണിംഗ് ആണ് ട്രഡീഷണൽ മെത്തേഡില്. ആക്റ്റീവ് ലേണിംഗില് കുട്ടികൾ നല്ലപോലെ ചിന്തിക്കുന്നു, അവര് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു, അവർ അനലൈസ് ചെയ്യുന്നു ഒരു ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ. പക്ഷെ പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ തരുന്നു, നമ്മളത് എടുക്കുന്നു, ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തരുന്നു, നമ്മളത് എടുക്കുന്നു, അത് നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെ കടത്തി അതിനെ ശരിയാക്കി എടുക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് ആ ഒരു ഡിഫറൻസ്, ആക്റ്റീവ് ലേണിംഗ് പാസീവ് ലേണിംഗ്. അതാണ് ഇത് തമ്മിൽ വരുന്നത്. കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ മോണ്ടിസോറി ക്ലാസ് റൂം വെച്ചിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പൊ ഇങ്ങനെ കുട്ടികളുടെ തിങ്കിങ് പ്രോസസ്സിലൂടെ ഈ ലേണിംഗ് നടക്കുവാണെങ്കിൽ, ആക്റ്റീവ് ലേണിംഗ് നടക്കുമ്പോൾ അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കൂടും, അത് ബ്രെയിൻ കൂടുതലായിട്ട് ഡെവലപ്പ് ആവുക, അവർ ചിന്തിക്കുവാണ്. ശരിക്കും ആ ഒരു ഏജ് വളരെ നല്ല ഏജാണ്, അവരുടെ പല ഡെവലപ്മെന്റ് നടക്കുകയാണ്. നിങ്ങൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചു കാണും അല്ലെ? ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തോ ആരെങ്കിലും? പാർട്ട് 2 കാര്യം. അപ്പൊ അത് ഇനി എടുക്കും. നമ്മളുടെ തിങ്കിങ്, യുക്തിചിന്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ, റീസണിങ്. ഒരു കാര്യം കാണുമ്പോ അത് നമുക്ക് മനസ്സിലാക്കി അത് അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 3 വയസ്സൊക്കെ ആവുമ്പോഴേക്കും 3-3.5 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ആൽഫബറ്റ്സിനെ പറ്റി ഒരു ധാരണ, ഒരു അറിവുണ്ടാവും, നമ്പേഴ്സ് ഉണ്ടായിരിക്കും. കുട്ടികളുടെ കയ്യിൽ ആൽഫബറ്റ്സിന്റെ, നമുക്ക് ഇങ്ങനെ കളിക്കാനായിട്ട് ആൽഫബറ്റ്സിന്റെ ഷേപ്സ് ഒക്കെ കിട്ടില്ലേ, ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സിന്റെ ഷേപ്പ്, അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആൽഫബറ്റ്സും നമ്പേഴ്സും മിക്സ് ചെയ്തിട്ട് അവരോട് സെപ്പറേറ്റ് ചെയ്യാൻ പറയാം, ആൽഫബറ്റ്സും നമ്പേഴ്സും. ആ കുട്ടി വളരെ ഭംഗിയായിട്ട് അത് സെപ്പറേറ്റ് ചെയ്തു. ആൽഫബറ്റ്സ് ഒരു ഭാഗത്ത്, നമ്പേഴ്സ് ഒരു ഭാഗത്ത് ചെയ്യുവാണെങ്കിൽ അവന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ ചിന്തിക്കാനുള്ളതും സെപ്പറേറ്റ് ചെയ്യാനുള്ളതും ഐഡന്റിഫൈ ചെയ്യാനുള്ളതും, ഏതാണ് ആൽഫബറ്റ് ഏതാണ് നമ്പർ, അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോസസ്. അത് ഈ ഒരു ഏജില് കറക്റ്റ് അവനിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജും പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോകുവാണെങ്കിൽ കുട്ടി അഡൾട്ട് ആവുമ്പോ, മുതിർന്ന ഒരാളാകുമ്പോ ഒരു പ്രോബ്ലവും അവന്റെ രീതിയിൽ ഉണ്ടാവില്ല എന്നാ പറയണേ. അവൻ വളരെ എല്ലാ കാര്യവും സൊസൈറ്റിക്ക് നല്ലൊരു വ്യക്തിയെ കിട്ടുന്നു. അവനറിയാം അവന്റെ റെസ്പോൺസിബിലിറ്റിയിൽ അവൻ ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയാം. അവനൊരു ലേസി ആകില്ല, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യും. പക്ഷേ ഈ പറയുന്ന ചെറുപ്രായത്തിൽ ആ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസ് ഉണ്ട്. ആ സമയത്തെല്ലാം പ്രോപ്പർ ആയിട്ട് ആ ഡെവലപ്മെന്റ് നടക്കണം. അങ്ങനെ നടക്കാത്ത പല കുട്ടികളുമാണ് അഡൾട്ട് ആവുമ്പോൾ പല പല സാഹചര്യങ്ങളിലേക്കും പോകുന്നത്. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത്രയും കൂടുതലാണ്. നമ്മുടെ കയ്യിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അവര് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താലാണ് അവര് അഡൾട്ട് ആകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല അവരിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളെല്ലാരും ഫ്യൂച്ചർ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ടീച്ചർ സ്റ്റുഡന്റ് അങ്ങനെയൊന്നുമില്ല. യു ഓൾ ആർ ട്രെയിനീസ്. നാളെ ഫെസിലിറ്റേറ്റേഴ്സ് ആകാൻ പോകുന്നവരാണ്. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി എപ്പോഴും ഓർക്കുക. കുഞ്ഞുങ്ങളെ ഈ ഒരു ഏജിൽ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ ഒരു ഏജിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ
ആ ഫ്യൂച്ചർ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഈവൻ നമ്മുടെ വീട്ടിലും ഉണ്ടാവും ഇതേ ഏജിലുള്ള കുട്ടികൾ, നമ്മുടെ ചുറ്റുപാടുണ്ടാവും, നമ്മുടെ റിലേഷൻസിലും ഉണ്ടായിരിക്കും. അപ്പോൾ വി ക്യാൻ ഡു മെനി തിങ്സ് ഫോർ ദം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, മോണ്ടിസോറി മെത്തേഡില് സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആണ്. ഏതൊക്കെയാ നമ്മുടെ സെൻസസ്? ഐസ്, ഇയർ, ഐസ്, നോസ്, ഫൈവ് സെൻസസ്. നിങ്ങൾ പറഞ്ഞു ഐസ് എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, ദാറ്റ് ഇസ് വിഷ്വൽ സെൻസ് അല്ലെ. ഇയർ കേൾക്കാൻ പറ്റുന്നത്, ഓഡിറ്ററി സെൻസ്. നോസ് സ്മെൽ ചെയ്യാൻ പറ്റുന്നത്, ഓൾഫാക്ടറി സെൻസ്. പിന്നെ ടേസ്റ്റ് ചെയ്യാവുന്നത്, ഗസ്റ്റേറ്ററി സെൻസ്. ഫീൽ ചെയ്യുന്നത്, ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നു അല്ലെ, ഫീൽ ചെയ്യുന്നത് കിനസ്തെറ്റിക് സെൻസ്. ഓക്കെ. ഞാനിവിടെ ഈ കാണുന്ന പേരൊക്കെ നിങ്ങളുടെ പേരൊക്കെ തന്നെയാണല്ലോ അല്ലെ. ഓക്കെ. മനീഷയുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിക്കുമ്പോ എനിക്കും മനീഷയ്ക്കും ഒരു ചൂട് ഫീൽ ചെയ്യും അല്ലെ. നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു ചൂട് ഫീൽ ചെയ്യും. അതേസമയം നമ്മൾ ഭയങ്കര ഐസ് പിടിച്ച സ്ഥലത്തൊക്കെ നിൽക്കുവാണ്, അവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുവാണ്, നമ്മൾ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മളിങ്ങനെ കൈയൊക്കെ നല്ല മരവിച്ചിരിക്കുകയായിരിക്കും, അപ്പൊ നമുക്കൊരു തണുപ്പ് അവിടെ ഫീൽ ചെയ്യും. ഞാൻ മനീഷയുടെ കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിക്കുക. സോ ഒരു പ്രഷർ മനീഷയ്ക്ക് ഫീൽ ചെയ്യും, ചിലപ്പോ ഒന്ന് പെയിനും എടുക്കും അല്ലെ. കിനസ്തെറ്റിക്കില് വരുന്നതാണ്. അപ്പൊ കിനസ്തെറ്റിക്കില് നമ്മൾക്ക് ടെമ്പറേച്ചർ, പ്രഷർ ഫീൽ ചെയ്യും. ഈ ടെമ്പറേച്ചർ കോൾഡ് ആവാം, ഹോട്ട് ആവാം, ഡിപ്പെൻസ്. പ്രഷർ ഫീൽ ചെയ്യുന്നു, അതിപ്പോ പെയിൻഫുള്ളും ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് കാണുന്നത് നമ്മൾ പറഞ്ഞു, കേൾക്കുന്നത് പറഞ്ഞു, കിനസ്തെറ്റിക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞു, പിന്നെ സ്മെൽ ചെയ്യുന്നത് പറഞ്ഞു, ടേസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഓൾഫാക്ടറി, ടേസ്റ്റ് ചെയ്യുന്നത്, ഗസ്റ്റേറ്ററി. ഈ 5 സെൻസിലും നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ സിറ്റുവേഷനിലും തന്നെ നമുക്ക് വരുന്ന സെൻസസ് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്സ്. മറ്റേ ടേസ്റ്റ് ചെയ്യുന്നതും സ്മെൽ ചെയ്യുന്നതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അല്ലെ. ടേസ്റ്റ് വായിൽ വെക്കാൻ പറ്റുന്നതല്ലേ ടേസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റൂ. സ്മെല്ലുള്ളതിന്റെ അല്ലേ നമുക്ക് ആ സെൻസ് കൊണ്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ക്ലാസ് റൂമില്, മോണ്ടിസോറി ക്ലാസ് റൂമില് ആദ്യം പറഞ്ഞ 3 സെൻസസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. കാണുന്നു, കേൾക്കുന്നു, ഫീൽ ചെയ്യുന്നു. ഓക്കെ. ഈ സെൻസസ് നമ്മൾ കൂടുതൽ അറിയും. ഇനി ഈ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് എങ്ങനെ കൂടുതൽ അറിയാൻ പറ്റുക? ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഞാൻ ഭയങ്കര പ്ലീസിങ് ആയിട്ട് വന്ന് ക്ലാസ് എടുക്കും. നെക്സ്റ്റ് ഡേ ഞാൻ വരുമ്പോ ഞാൻ ഇച്ചിരി ഗ്ലൂമിയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ആ ഒരു സന്തോഷമൊന്നും എന്റെ ഫേസിൽ നിങ്ങൾ കാണുന്നില്ല. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ എന്തോ ടെൻഷൻ ഉണ്ട് അല്ലെ, അങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെ വിചാരിക്കും. സോ ദാറ്റ് ഇസ്, ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ ഫേസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്റെ ശബ്ദം ലോ ആയിരിക്കാം, ശബ്ദത്തിന്റെ ആ ഒരു ഇതില്ല, അങ്ങനെ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുക. ദാറ്റ് ഇസ് നോൺ വെർബൽ ക്യൂസ്. നമ്മൾ പറയുന്നത് വെർബലി. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് അയ്യോ എനിക്ക് വയ്യ, എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ലോ ആണ്, ഞാൻ അത് വെർബലി പറയുന്നു. അതേസമയം ഞാൻ പറയാതിരിക്കുമ്പോൾ എന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നു അല്ലെ. ഇത് തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ദാറ്റ് മീൻസ് നമ്മളുടെ വിഷ്വൽ സെൻസ് നല്ലപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. എന്തോ ടെൻഷനിലാണ് ആള് എന്ന് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലുള്ളവര്, കുട്ടികള്. അതുകൊണ്ട് സെൻസസ് നമ്മൾ നല്ല പോലെ യൂസ് ചെയ്യണം. ഇനി നമ്മളുടെ ഒരു ഫ്രണ്ടിനെ ഫോൺ ചെയ്യും. ഫോണില് സംസാരം കേട്ടപ്പോ സാധാരണ പോലെയല്ല, എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ തോന്നും. ദാറ്റ് മീൻസ് നമ്മുടെ ഓഡിറ്ററി സെൻസ്, ഇവിടെ നമുക്ക് ശബ്ദം കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ആൾക്ക് എന്തോ കുഴപ്പമുണ്ടത് അല്ലെ. അതെ. ചില സമയത്ത് ചിലര് പേടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവരെ തൊടുമ്പോ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ ഈ 3 സെൻസസ് നമ്മളുടെ ലൈഫിൽ തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നതാ. ഇനി ഇത് തന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ആരുടെയോ ഓഡിയോ ആണോ? മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഞാൻ പറയാനാണെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ 3 സെൻസ് പറഞ്ഞില്ലേ, അതില് ആ സെൻസ് ഒന്നുകൂടി പറയോ? വിഷ്വൽ, ഓഡിയോ, വിഷ്വൽ, ഓഡിറ്ററി, ഓഡിറ്ററി,
ഓക്കെ ഓക്കെ. Then kinesthetics. എങ്ങനെ അതൊന്ന് പറഞ്ഞാലും മിസ് സ്പെല്ലിംഗ് പറയോ? Kinesthetics, KIN. ഓക്കെ. KN ES ES THE TICS. ഓക്കെ മിസ്, താങ്ക് യു. കിനസ്തെറ്റിക് ആണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. നമ്മളത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കണ്ണ്, ചെവി, ടച്ച്, സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സയന്റിഫിക്കലി ഇതാണ് പറയുന്നത് സെൻസസിന്റെ പേര്. അത് മറ്റേ തെറ്റെന്നല്ല കേട്ടോ പറഞ്ഞത്, നമ്മൾ അത് നോർമലി യൂസ് ചെയ്യുന്നു. ബട്ട് വെൻ വി ആർ ലേണിംഗ് നമുക്ക് ഈ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അതിന്റെ ഒരു ടേം ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് നമ്മളുടെ നോൺ വെർബൽ ക്യൂസ് ആണ്. ഇത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ സ്കൂളിൽ ചെന്ന് കുട്ടികളെ കാണുമ്പോൾ ചിലപ്പോൾ അറിയില്ലേ, വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ട് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് വരുന്ന കുട്ടികൾ ഭയങ്കര ഗ്ലൂമി ആയിട്ട് വന്നിരിക്കും. സോ നമുക്ക് അതൊക്കെ കുട്ടികളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത്. അപ്പൊ മോണ്ടിസോറി മെത്തേഡിലെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസസ് യൂസ് ചെയ്തിട്ടായിരിക്കണം. ഇവിടെ കുട്ടികൾ പഠിക്കുന്നതും ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾ പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ PDF എന്താന്ന് നോക്കാം. ഓൾമോസ്റ്റ് ആക്റ്റീവ് വേഴ്സസ് പാസീവ് ലേണിംഗ് മനസ്സിലായി, സെൻസസ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി അല്ലേ, ക്ലിയർ ആയില്ലേ? ലേണിംഗ് ആൻഡ് സ്റ്റഡിയിങ്, സബ്ജക്ട് സ്റ്റഡിയിങ്, തീമാറ്റിക് ലേണിംഗ്, അതും ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? പറയണം. സോ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടോ? വൺ ബൈ വൺ ആയിട്ട് കാര്യങ്ങൾ. അപ്പൊ വായിക്കാൻ ഓക്കെ, വായിക്കണവേ വായിക്കാൻ വെച്ചാൽ 25 ഇത് വേണ്ട. കാരണം വെച്ചാലേ ചുമ്മാ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുക, നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ ഞാനത് പറയാം, കുഴപ്പമില്ല. അപ്പൊ നമ്മളുടെ ഇതിനകത്ത് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മറിയ മോണ്ടിസോറി ഒരു സയന്റിഫിക് മെത്തേഡാണ് കൊണ്ടുവന്നത്, ഒരു സയന്റിഫിക് അപ്രോച്ച്. അത് കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റി അത് ഡെവലപ്പ് ചെയ്ത് വരിക. പേജ് നമ്പർ ഒന്ന് പറയാ. പേജ് നമ്പർ യൂണിറ്റ് 2 ആണ്, പാർട്ട് 3-ലെ. എനിക്ക് പേജ് നമ്പർ ആയിട്ട് എന്റെ കയ്യിലില്ല. ഞാൻ എടുത്ത PDF പേജ് നമ്പർ ഉണ്ടോ? ഒരു മിനിറ്റ് നോക്കിട്ട് പറയാം. എനിക്കിത് 87 ആണോ? നിങ്ങൾക്ക് എല്ലാ PDF കൂടെ ഒരുമിച്ചിടുന്ന കാരണം നിങ്ങൾക്ക് വേറെ പേജ് നമ്പർ ആയിരിക്കുവേ. ബുക്കുള്ള പേജ് നമ്പർ എത്രയാ? അതായത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ PDF ഓരോ പാർട്ടായിട്ടാണ് കിട്ടുന്നേ, ഒരു പാർട്ടിന്റെ കണ്ടിന്യൂവേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കിത് 8ാമത്തെ പേജാണ്. കാരണം പാർട്ട് 3-ലെ യൂണിറ്റ് 2 അല്ലേ. അങ്ങനെ എടുത്ത് നോക്കാൻ പറ്റില്ലേ? യൂണിറ്റ് 2 എടുത്ത് നോക്കാൻ പറ്റില്ലേ? 1990. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കോ? കാരണം എനിക്ക് നിങ്ങളുടെ പേജ് നമ്പർ എനിക്കറിയില്ല, അതാണ്. അത് ഏതിലാ വരുന്നത്? ടെസ്റ്റില് ഇപ്പൊ ഉള്ളടക്കത്തിൽ നോക്കിയാ കിട്ടില്ലേ? ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. നമ്മൾക്ക് മെറ്റീരിയൽസ് തരുന്ന വേറെ രീതിയിലാണേ. മിസ്സേ, ചാപ്റ്ററിന്റെ പേര് നോക്കിയിട്ടേ ഉള്ളടക്കത്തിൽ നോക്കിയാ കിട്ടില്ലേ? അതായത് മോഡ്യൂൾ 1-ലെ പാർട്ട് 3 ആണ് മോണ്ടിസോറി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അതിലെ യൂണിറ്റ് 2. ചെയ്യാമോ? സ്നേഹാന്നാന്ന് തോന്നുന്നു എനിക്ക് ഓഡിയോ ഓൺ ആയിട്ട് കാണുന്നത്. പാർട്ട് 3-ലെ യൂണിറ്റ് 2 ആണ് ദ മോണ്ടിസോറി മെത്തേഡ്സ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്സ്. മോഡ്യൂൾ 1-ലെ പാർട്ട് 3-ലെ യൂണിറ്റ് 2. അങ്ങനെ PDF പ്രിന്റ് എടുത്ത് വെക്കുമ്പോ ഓരോ പാർട്ടായിട്ട് പ്രിന്റ് എടുത്ത് വെക്കുകയോ യൂണിറ്റ് ആയിട്ട് പ്രിന്റ് എടുത്ത് വെക്കുകയോ അതായിരിക്കും നല്ലത്. എന്നിട്ട് ഫയൽ ചെയ്യോ, കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഞാൻ പാർട്ട് 3 ആണ് എടുക്കുന്നത്. അപ്പൊ എന്റെ ക്ലാസ് ഡേയിൽ നിങ്ങൾ ആ പാർട്ട് 3 റെഡിയാക്കി ഒന്ന് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും.
കിട്ടിയോ? ഓക്കെ. സോ നമ്മൾ മറിയ മോണ്ടിസോറിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണം, ആക്സിലറേറ്റ് ചെയ്ത് വരണം. അതായത് കാറ്റലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റ് ചെയ്യുന്നത്, അത് നാച്ചുറൽ ആയിട്ട് വരണം എന്നാ പറയുന്നത്. ഒരാള് ഫോഴ്സ്ഫുള്ളി കമ്പൽ ചെയ്ത് വഴക്ക് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് അങ്ങനെയല്ല കുട്ടി ഡെവലപ്പ് ചെയ്യേണ്ടത്. കുട്ടിയുടെ പേഴ്സണാലിറ്റി വരേണ്ടത് അങ്ങനെയല്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അതിന് ചില പ്രത്യേക ആക്ടിവിറ്റീസിലൂടെ ആണ് ഈ ഡെവലപ്മെന്റ് പോസിബിൾ ആവുള്ളൂ. ആ ആക്ടിവിറ്റീസ് ആണ് മോണ്ടിസോറി മെത്തേഡ്സിൽ പറയുന്നത്. അതൊരു ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അവിടെ നമ്പർ ഇട്ടിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 years സ്പാനിലാണ്. അതായത് മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികളുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 6 years ആണ്. അപ്പോ 3 to 4, 4 to 5, 5 to 6 അങ്ങനെ 3 years സ്പാനിലാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ മോണ്ടിസോറി മെത്തേഡില്. അത് മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആയിരിക്കും. അതായത് ഇപ്പൊ 3 വയസ്സുകാരൻ മുഴുവനും ഒരു ക്ലാസ്സിൽ, 4 വയസ്സുകാരൻ മുഴുവനും ഒരു ക്ലാസ്സിൽ, അങ്ങനെയല്ല. ഈ ഏജ് ഗ്രൂപ്പ് മുഴുവനും കൂടെ ഒറ്റ ക്ലാസ് റൂമിലായിരിക്കും, മിക്സഡ് ഏജ് ഗ്രൂപ്പിലായിരിക്കും. നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിലോ എൽ കെ ജിയിൽ വരേണ്ട പ്രായം ഉണ്ടാവും, ആ ഏജിലുള്ളവരായിരിക്കും എൽ കെ ജിയിൽ. യു കെ ജിയിൽ വരേണ്ട ഒരു ഏജ് ഉണ്ടാവും, ആ ഒരു ഏജില്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ അങ്ങനെ. അപ്പൊ 3 years ഓഫ് സ്പാൻ. പിന്നെ അൺഗ്രേഡഡ് ആയിരിക്കും. ഇവിടെ ഗ്രേഡോ റാങ്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളില്ല. അതായത് പരീക്ഷകൾ നടത്തുമോ, എന്താ പറയാ, മാർക്ക് ലിസ്റ്റ് കൊടുക്കുക, പിന്നെ റിപ്പോർട്ട് കാർഡ് കൊടുക്കുക, ആ ഒരു രീതികളില്ല. ചിൽഡ്രൻ ലേൺ ബൈ ഹാൻഡ്ലിങ് ഒബ്ജക്ട്സ് ആൻഡ് ടീച്ചിങ് ദംസെൽസ്. അവര് മെറ്റീരിയൽസ് നിറയുണ്ട്, ഒബ്ജക്ട്സ്, അത് ഹാൻഡിൽ ചെയ്ത് അതിൽ നിന്നാണ് അവർ പലതും പഠിക്കുന്നത്. ടീച്ചിങ് ദംസെൽസ്, അവര് സ്വയം പഠിക്കുക, വേറൊരാൾ അവരെ പഠിപ്പിക്കുകയല്ല, കുട്ടികൾ തന്നെയാണ് പഠിക്കുന്നത് അവിടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കും, ഈ ഒരു ഏജിലുള്ള കുട്ടികൾ അങ്ങനെ തന്നെ പഠിക്കും? ഡെഫിനറ്റ്ലി തന്നെ പഠിക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. അത് കറക്റ്റ് മെത്തേഡില് മോണ്ടിസോറി, ആ മെത്തേഡ് കറക്റ്റ് പോകണം, എന്നാൽ മാത്രമേ ആ റിസൾട്ട് കിട്ടുള്ളൂ. പലപ്പോഴും നമ്മുടെ ഇന്ത്യയില്, ഞാൻ കേരളത്തിലെ കാര്യം ഞാൻ കണ്ടിട്ടുള്ളൂ. കേരളത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്യും, പക്ഷെ ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാതെ വരുമ്പോഴാണ് കുട്ടികൾ ഒന്നും അറിയാതെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. നല്ലപോലെ സംസാരിക്കും, പക്ഷെ എഴുതാൻ അറിയില്ല, ഒരവസ്ഥയിലേക്ക് പോകാറുണ്ടെന്ന് പല പാരന്റ്സും മോണ്ടിസോറി സ്കൂളിൽ അയച്ച കുട്ടികളെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അവര് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ശരിയായ രീതിയിൽ പോകാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ടു ഡെവലപ്പ്. നമ്മൾ പറഞ്ഞല്ലോ 5 സെൻസിനെ കുറിച്ച് പറഞ്ഞു. ഈ 5 സെൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിരിക്കും അവിടെയുള്ളത്. അതായത് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഫ്രീ ആയിട്ട് വെള്ളം ഇങ്ങനെ ടാപ്പിലൂടെ ഒഴുകുന്നുണ്ടാകാം, ഫൗണ്ടൻസ് ഉണ്ടാകാം. സോ അവർക്ക് അത് ആ വെള്ളത്തിന്റെ തണുപ്പ് അത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു കുക്കിംഗ് സ്ഥലം ഉണ്ടാവും, അവർക്ക് കുക്കീസ്, മൈക്രോവേവ് ഓവനൊക്കെ ഉണ്ടായിരിക്കും, അവർ തന്നെ കുക്കീസ് ഒക്കെ ഉണ്ടാവും. സോ അതിന്റെ സ്മെല്ല്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഇവരുടെ ചില മെറ്റീരിയൽസ്, നമുക്ക് ഈ സ്മെല്ലുള്ള ഇങ്കൊക്കെയുള്ള പേന ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ചില മെറ്റീരിയൽസ് സെന്റഡ് ആയിരിക്കും, സ്മെല്ലുള്ളതായിരിക്കും. സോ അവരുടെ ആ സെൻസ്, അത് അങ്ങനെ സ്മെല്ല് മനസ്സിലാക്കും. പിന്നെ വിഷ്വൽ ഇതാകാനായിട്ട് കളർഫുൾ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. പിന്നെ ഷേപ്സ്, പല രീതിയിലുള്ള ഷേപ്സിലുള്ളത് ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയാ, ലെങ്ത് റോഡ്സ് ഒക്കെ ഉണ്ടാവും, നീളൻ ആയിട്ടുള്ള റോഡൊക്കെ ഉണ്ടാവും, ഇത് പൈപ്പ് പോലത്തെ കഷ്ണങ്ങളൊക്കെ, അതൊക്കെ വുഡിന്റെ ആയിരിക്കും. അത് ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും. ലെങ്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടും, ലാർജ് സ്മോൾ എന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ വെയിറ്റ്, ഹെവി, ലൈറ്റ്, അങ്ങനെയൊക്കെയാണ് അവര് ഈ ഇങ്ങനെയുള്ള ഈ മെഷർമെന്റ്സിന്റെ ഇതെല്ലാം അവർ പഠിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ വെറുതെ ഒബ്സർവ് ചെയ്യുക. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, ബട്ട് ഒബ്സർവ് ചെയ്യാൻ ശരിക്കും എനിക്ക് തോന്നുന്നു കൺവെൻഷൻ രീതിയിൽ പഠിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കണം ഒബ്സർവേഷനിൽ. നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലേ ഒബ്സർവേഷൻ കറക്റ്റ് ആവുള്ളൂ. നിങ്ങൾ എന്റെ മുമ്പിൽ ഒരു 69 പേരുണ്ട്, നിങ്ങൾ ഇരുന്ന ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഈ 69 പേരെ ഞാൻ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ അതുപോലെ കോൺസെൻട്രേഷനിലായിരിക്കണം. ഞാൻ എന്റെ വീട്ടിലൊരു സംഭവം എന്റെ തലയിൽ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. സോ ആ ഫെസിലിറ്റേറ്റർ അതുപോലെ, അതുകൊണ്ട് 20 കുട്ടികൾ ഉണ്ടെങ്കിൽ
അവിടെ ഒരു ഡയറക്ടർസ് ഉണ്ടായിരിക്കും. നമ്മള് സ്കൂളുകളില് ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവും, ഡയറക്ടർസ്. അതാരാണെന്ന് വെച്ചാൽ അതിന്റെ താഴെ ഇതുപോലെ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടാകും. 5, 6, 3, 4 ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ കുട്ടികള് ചിലപ്പോൾ ഒറ്റയ്ക്ക് ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, ഗ്രൂപ്പായിട്ടിരുന്ന് ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഈ ഡയറക്ടർസ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും ഏത് ഗ്രൂപ്പിനെ നമ്മൾ വാച്ച് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ പോകണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒറ്റയായിട്ടായി നമുക്ക് 6 പേരെയോ 5 പേരെയോ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. 20 പേരെയും ഒരു ഫെസിലിറ്റേറ്റർക്ക് പറ്റില്ല. കാരണം അങ്ങനെയുള്ള സ്റ്റാഫ് അവിടെ വേണമെന്ന് മറിയ മോണ്ടിസോറി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒബ്സർവേഷൻ, ഇപ്പൊ ഒരു ടോപ്പിക് ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതി പഠിപ്പിക്കുക, ടീച്ചർ അത് ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടെങ്കിലും 20 കുട്ടികൾക്ക് ആ ഒരു ടീച്ചർ മതി. പക്ഷേ അത് കൺവെൻഷൻ മെത്തേഡ്. മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് ഒബ്സർവേഷൻ ആണ്, അത് കോൺസെൻട്രേഷനോട് കൂടിയുള്ള ഒബ്സർവേഷൻ. അത് ചെയ്യണമെങ്കിൽ നമ്മളുടെ മുമ്പിൽ അത്രയും വലിയ ഗ്രൂപ്പ് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ ഫെസിലിറ്റേറ്ററെയും ഏൽപ്പിക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എനിക്ക് തോന്നുന്നൊരു 13-14 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞങ്ങള് ഫെസിലിറ്റേറ്റേഴ്സ് തന്നെ 3 പേരുണ്ടായിരുന്നു. നമുക്ക് 13 കുട്ടികളെ നോക്കാൻ 3 ഫെസിലിറ്റേറ്റേഴ്സും 2 ആയമാര്, പിന്നെ വണ്ടിയിലെ ഡ്രൈവർ, പിന്നെ ഞങ്ങളുടെ മെയിൻ ഡയറക്ടർസ് സാറും ഉണ്ടായിരുന്നു. സോ നമുക്ക് അവിടെ ഈസിയാ. നമുക്ക് ചിലപ്പോ 6 പേരുടെ ഗ്രൂപ്പിനെ ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോ ഒരു കുട്ടിയെ മാത്രമായിരിക്കും കിട്ടുക, അങ്ങനെ. പക്ഷെ അവിടെ കോൺസെൻട്രേഷനോട് ഒബ്സർവേഷൻ. അപ്പൊ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന ക്വാളിറ്റിയാണ് കീൻ ഒബ്സർവേഷൻ. നിങ്ങൾ ഓൾറെഡി ക്ലാസ് തുടങ്ങിയപ്പോ പറയണ്ടേ. പിന്നെ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, ആക്ടിവിറ്റിയിലൂടെയാണ് അവർ ലേണിംഗ് ചെയ്യുന്നത്, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ഓരോന്നും ഓരോ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ നിങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും, അത് ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. നമുക്ക് ആൽഫബറ്റ്സും നമ്പേഴ്സും വേണം. ആൽഫബറ്റ്സ് തന്നെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്മൾ ഉണ്ടാക്കണം. അത് മൂവിങ് ആൽഫബറ്റ്സ് ആണ്, അല്ലാതെ നമ്മൾ ബോർഡിൽ എഴുതി വെക്കുക അതവിടെ ഫിക്സ്ഡ് അല്ലേ. ഇത് കുട്ടികൾക്ക് കയ്യിലെടുത്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷേപ്സ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഞങ്ങളെ കൊണ്ട് തെർമോക്കോൾ ഉണ്ടാക്കിച്ചു, പക്ഷെ ഞാൻ അത് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ തെർമോക്കോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ആണ് ഞാനിങ്ങനെ ഇവിടെ വായിക്കുകയും അറിയുകയും ചെയ്തു, തെർമോക്കോൾ എന്താ വെച്ചാൽ അലർജിക് ആണെന്ന്. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അലർജി വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയതൊന്നും ക്ലാസ് ടീച്ചിങ് പ്രാക്ടീസിന് കൊണ്ടുപോയില്ലായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് എന്റെ കയ്യിൽ തന്നെ വെച്ചു. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ സാൻഡ് പേപ്പർ അറിയില്ലേ, സാൻഡ് പേപ്പർ. സാൻഡ് പേപ്പറിന് ഒരു റഫ്നെസ് അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ പെയിന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സർഫസ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള പരിക്കനായ ഒരു സാധനം. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സും നമ്പേഴ്സും ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആർക്കെങ്കിലും പറയാമോ എന്തിനാ സാൻഡ് പേപ്പർ കൊണ്ട് ആൽഫബറ്റ്സ് നമ്പേഴ്സ് ഉണ്ടാക്കണേ? ടച്ച് ചെയ്ത് നോക്കാനായിരിക്കും. ടച്ച് ചെയ്ത് നോക്കാൻ. നമ്മളുടെ ഒരു ബാച്ചിലെ ഒരു കുട്ടി, അപ്പൊ ഞാൻ പഠിച്ചത്, ഞാൻ 2018 ഈ കോഴ്സ് ചെയ്തത്. ഈ സാൻഡ് പേപ്പറിന്റെ റഫ്നെസ് ഒരു നമ്പർ വെച്ചിട്ടാണ്. നമ്പർ കൂടുമ്പോ റഫ്നെസ് കൂടുന്നത് നമ്പർ പറയുന്നത് 50, 80 എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഏത് നമ്പറാ ഞാൻ വാങ്ങിച്ചെന്ന് ഓർമ്മയില്ലാന്ന് പറഞ്ഞപ്പോ നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി, അതിന് 3 കുട്ടികളുണ്ട്. ഏറ്റവും കുഞ്ഞു മോനെങ്ങാണ്ട് 3 വയസ്സോ 3.5 വയസ്സോ കണ്ട. ഈ കൊച്ചു പോയിട്ട് ഷോപ്പിൽ പോയിട്ട് 2 നമ്പറിലുള്ള സാൻഡ് പേപ്പറിന് A4 സൈസിലോ ചെറിയ പീസായിട്ട് മുറിച്ചു കിട്ടുമല്ലോ, ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുട്ടിയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. കുട്ടീനെ കൊണ്ട് തൊടിയിച്ചു അതില്. അപ്പൊ തൊട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഒരെണ്ണത്തിന് റഫ്നെസ് കൂടുതലും ഒരെണ്ണത്തിന് ഇത്തിരി റഫ്നെസ് കുറവാ. കുട്ടിക്ക് റഫ്നെസ് കൂടുതലുള്ളതായിരുന്നു ഇഷ്ടപ്പെട്ടെ. ആ ഫിംഗേഴ്സിന്റെ ടിപ്പ് അതിലിങ്ങനെ ഇങ്ങനെ ഇതാക്കുമ്പോ ഒരു ടിങ്ക്ലിങ് എഫക്ട്, അത് ഭയങ്കര ചിരിയായിരുന്നു എന്ന്. അപ്പൊ മറ്റേത് മാറ്റി വെച്ചിട്ട് റഫ്നെസ് കൂടിയത് ആ കുട്ടി അതിൽ കളിക്കുമായിരുന്നു, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട്. അത് കാരണം ഇത് പോയിട്ട് റഫ്നെസ് കൂടിയ പേപ്പർ വാങ്ങിച്ചു. 120 അങ്ങനെ എന്തോ ഒരു നമ്പർ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞാനിപ്പോ എന്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് തുടർന്ന് വെക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ലാസ്റ്റ് മൊമെന്റിൽ തന്നപ്പോ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി പോയി. അപ്പൊ ആ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്.
ഓക്കെ ടീച്ചറെ, ഞങ്ങൾക്കൊക്കെ ചെറിയ കുട്ടികളുള്ളതാണ്, അതുകൊണ്ട് നേരത്തെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് ഇതൊരു ചാർട്ട് പേപ്പറിനേക്കാളും നമുക്ക് ഡ്രസ്സൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് കാർഡ്ബോർഡ് പീസ് വെക്കൂലേ പാക്കിങ്ങില്, അതൊക്കെ കിട്ടുവാണെങ്കിൽ ഇനി സൂക്ഷിച്ചു വെച്ചോട്ടോ. എന്തൊക്കെ കളക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പഴയ ചാർട്ട് പേപ്പർ ഉണ്ടായാലും മതി, അതിന്റെ ഒരു സൈഡ് നമുക്ക് ഒട്ടിക്കാലോ. നിങ്ങൾ കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ അതിന്റെ ഇടയ്ക്കുള്ള കാർഡ്ബോർഡ് പീസസ്, സ്പഞ്ച് ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുത്തു വെക്കുക. പിന്നെ നമ്മളുടെ പഴയ ക്ലോത്ത്, കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. പിന്നെ ഏതെങ്കിലും ടൈലറിംഗ് ഷോപ്പിൽ പോയിട്ട് അവരിങ്ങനെ കട്ട് ചെയ്ത് പീസ് കുറെ ഇങ്ങനെ ഒക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, അതൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചു. പ്ലെയിൻ ആയിട്ടുള്ളത് കൂടുതലും കിട്ടുവാണെങ്കിൽ പഴയ ഡ്രസ്സിന്റെ പൊട്ടിപ്പോയ ബട്ടൺ, ഒരു സിപ്പ്, പിന്നെ ഷൂ കളഞ്ഞിട്ട് ഷൂവിന്റെ ലേസ് ഒക്കെ കിട്ടെങ്കിൽ ഷൂവിന്റെ ലേസോ ഷൂവിന്റെ ലേസ് പോലെ തന്നെ ചില പാന്റിന്റെ ഒക്കെ ചരടായിട്ട് കുട്ടികളുടെ വീട്ടിലിടുന്ന ഡ്രസ്സിലുണ്ടാവില്ലേ, അതൊക്കെ ഉപയോഗിച്ച് എടുത്തു വെക്കുക. എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 5 റെക്കോർഡ്സ് വാങ്ങണം. ഒരു റെക്കോർഡ് ബുക്കിന് 60 രൂപയാണെന്നാണ് ഇതുവരെ നമ്മുടെ പഴയ ബാച്ചിലെ കുട്ടികളെല്ലാം പറഞ്ഞത്. നമ്മള് +2 പിള്ളേരൊക്കെ സയൻസിന്റെ റെക്കോർഡ് വാങ്ങില്ലേ, അതുപോലെ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. എന്തോ മിസ്സിലെ കറക്റ്റ് എത്ര റെക്കോർഡ് ബുക്ക് വേണം നമുക്ക്? 5. വൺ സൈഡ് വൈറ്റ് ആയിട്ടുള്ളതാണോ വാങ്ങേണ്ടത്? ഈ 5 റെക്കോർഡില് 4 എണ്ണം റൈറ്റ് സൈഡില് വരയുള്ളതും, ഇങ്ങനെ കാണാമോ, ബ്ലർഡ് ആക്കി വെച്ചിട്ടുണ്ടാവും. മിസ്സിലെ നമുക്ക് അതിന്റെ ഒരു മോഡല്, റെക്കോർഡിന്റെ മോഡലോ? മിസ് ഈ +1 ആ വര എങ്ങനത്തെയാണ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരുമോ? കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. ഞാനേ എന്റെ ബാക്കില് ലൈബ്രറി റൂം ബാക്കിലെ ബുക്സ് ഒന്നും ഓർഡർ ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടൊന്ന് ബ്ലർഡ് ആക്കിയതാ. ഞാൻ ഇപ്പൊ അത് മാറ്റാട്ടോ, മാറ്റിയിട്ട് വേഗം വരാം. നമ്മുടെ മറ്റേ MT ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ടീച്ചർ ഇട്ടാലും മതിയായിരുന്നു അല്ലേ, ഒരു ഫോട്ടോ വല്ലോ. ആ ഗ്രൂപ്പിൽ എന്നെ കൂടെ ആഡ് ചെയ്യണേ. അത് ശരി, നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമായിരുന്നു അല്ലേ. ഒന്ന് പിൻ ചെയ്തോ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. മിസ്സേ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ. മിസ് മറ്റേ അഡ്മിൻസ് ഓൺലി ആക്കി ഇട്ടേക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞങ്ങള് സ്റ്റുഡൻസിനെയൊക്കെ ആഡ് ചെയ്തേക്കുന്നേ, ആ ഗ്രൂപ്പിൽ മിസ് ഒരു ഫോട്ടോ ഇട്ടാലും നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയേനെ. ഞാൻ ഓഫീസിൽ കൊടുത്താൽ മതിയോ ഡീറ്റെയിൽസ്? അപ്പൊ അവര് നിങ്ങൾക്ക് ഇട്ട് തരില്ലേ? നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മള് +1 +2 കുട്ടികളൊക്കെ വാങ്ങുന്ന ടൈപ്പ്. ഞാൻ ഇതൊരു 2017 ആ സമയത്ത് വാങ്ങിച്ചാണ്, ഞാൻ പഠിച്ച സമയത്ത്. അപ്പൊ ആ റെക്കോർഡാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സൈഡ് റൈറ്റ് സൈഡ് ലൈൻ ഇട്ടതായിരിക്കും, വരെയുള്ളത്. ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ. മിസ് ഈ സയൻസിലൊക്കെ ഓരോ പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് മൈക്രോസ്കോപ്പ് അതുപോലുള്ള പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ റെക്കോർഡ് അതന്നെ കട്ടിയുള്ളതായിരിക്കും അല്ലേ? കട്ടിയുള്ളതായിരിക്കില്ലേ? അതുകൊണ്ടല്ലേ ഇതിങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കീറാതൊക്കെ ഇരിക്കുന്നത്. കാരണം വെച്ചാല് ഇതിന്റെ കവറിനും നല്ല കട്ടിയുണ്ട്. പിന്നെ ഞാൻ 5 റെക്കോർഡ് പറഞ്ഞു, അതിൽ 4 എണ്ണം റൈറ്റ് സൈഡില് വരെയുള്ളതും ലെഫ്റ്റ് സൈഡില് പ്ലെയിനും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡില് പിക്ചർ എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇനി ഒരെണ്ണം 2 സൈഡും പ്ലെയിൻ. കാരണം ഇതിനകത്ത് കംപ്ലീറ്റ് പിക്ചേഴ്സാ, കൂടുതൽ എഴുതാനൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് ഇതിനകത്ത് വരുന്നത്. മനസ്സിലായോ? അപ്പൊ 4 റെക്കോർഡ് ബുക്ക് ഒരുപോലെ റൈറ്റ് സൈഡിൽ വരെയുള്ളതും ലെഫ്റ്റ് സൈഡിൽ വരയില്ലാത്തതും. 5ാമത്തെ റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് 2 സൈഡും വരയില്ലാത്തത്. അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കണം. നിങ്ങൾ ഈ ആഴ്ച വാങ്ങിച്ചു വെച്ചോ. നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഡീറ്റെയിൽസ് തരുമ്പോ എഴുതി തുടങ്ങാലോ. 60 രൂപയെ വരുള്ളൂ ഒരു റെക്കോർഡ് ബുക്കിന്. അതിൽ കൂടുതലൊന്നും പറയുകയാണെങ്കിൽ വാങ്ങരുത്, വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് 60 റുപ്പീസേ ഉള്ളൂ. എല്ലാ റെക്കോർഡും ഒരുമിച്ച് തുടങ്ങുമോ? എല്ലാ റെക്കോർഡ്സും ഫസ്റ്റ് വൺ ഒരു സിമ്പിൾ ആദ്യം നിങ്ങൾക്ക് തരും. അതാവുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലല്ലോ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇച്ചിരി കൂടും. അങ്ങനെയാണല്ലോ. അത് കഴിയുമ്പോൾ ബാക്കിയുള്ള റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരും.
ഒരു റെക്കോർഡ് മാത്രം നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് എഴുതും. നമ്മുടെ പ്രാക്ടിക്കൽ ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ, മോണ്ടിസോറി ക്ലാസ് റൂമിൽ വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അത് നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്നായിരിക്കും എഴുതുന്നത്. കാരണം അല്ലെങ്കിൽ തീരില്ല, അതുകൊണ്ടാണ്. ആ പ്രാക്ടിക്കൽ സെഷൻ നമ്മുടെ മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3 വരുമ്പോ നമ്മൾ ആ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടിക്കൽസിന്റെ മെറ്റീരിയൽസിനെ കുറിച്ച് എഴുതുന്നത്. മോണ്ടിസോറിക്ക് മാത്രമാണോ റെക്കോർഡ്സ് ഉള്ളത്? വേറെ ഏതാ ഉള്ളത്? എല്ലാ ഈ മിസ്സിന്റെ ഈ സബ്ജക്റ്റിൽ മാത്രമാണോ റെക്കോർഡ്സ് എഴുതാനുള്ളൂ? നമ്മുടെ ഈ കോഴ്സിന്റെ മുഴുവനുമാണ് ഈ 5 റെക്കോർഡ്. ഓക്കെ. അത് അത് നിങ്ങളെ ചെയ്യിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കോഴ്സിന്റെ മുഴുവൻ വരുന്ന റെക്കോർഡ് മാത്രമല്ല, ഇനി കുഞ്ഞ് സർവേ ഉണ്ട്, ചെറിയൊരു മിനി പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ തരാം, കുഴപ്പമൊന്നുമില്ല. അസൈൻമെന്റ് ആക്ടിവിറ്റി ഒക്കെ കിട്ടുന്നില്ലേ? എങ്ങനെയാ കാണുന്നത്? എന്തോ ഈ നമ്മൾ വരയ്ക്കണതൊക്കെ നിങ്ങൾ എങ്ങനെ ഇത് കാണും? നമ്മൾ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണോ എറണാകുളത്ത്? ഇല്ല, അതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ട്. അതായത് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന രീതി വേറെയാ, അത് എന്റെ ഒരു രീതിയാണ്, വേറെ ഒന്നുമല്ല. ഞാൻ റാൻഡം ആയിട്ട് ഇപ്പൊ ആരെങ്കിലും വിളിക്കും, റസീന ഈ റെക്കോർഡിന്റെ ഇത്രാമത്തെ ആക്ടിവിറ്റി ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ആരോട് ഏത് ആക്ടിവിറ്റി പറയുന്നു എന്നുള്ളത് പ്രീവിയസ് ഇല്ല. പിന്നെ റസീനയ്ക്ക് ഒരു ടൈമും തരും. ഇപ്പൊ ഇന്ന് 10 മണിക്ക് റസീന ഇത് സബ്മിറ്റ് ചെയ്യണമെന്ന്, 10 മണിക്ക് തന്നെ അത് സബ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണ്. അല്ലാണ്ട് നമുക്ക് ഫുൾ ബുക്ക് നിങ്ങൾ കൊണ്ടൊന്ന് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫുൾ ബുക്കിന്റെ ഇമേജ് എടുത്ത് അയക്കുക, അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ, ഇത്രയും കുട്ടികളും ഇല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യും. അത് മാത്രല്ല, നമുക്ക് ഫൈനൽ എക്സാമിന്റെ ഒപ്പം ഒരു 10 to 15 minutes വൈവ സെഷൻ ഉണ്ടാകും. ആ സെഷനിൽ ഈ റെക്കോർഡ് എല്ലാം അടുത്ത് വെക്കണം. റെക്കോർഡ് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ടെ എല്ലാം ഞാനിവിടെ എൻ്റെ ഒരു കിറ്റിനകത്താക്കി എല്ലാം സൂക്ഷിച്ചു വെച്ചേക്കുക. ഞാൻ വൈവയ്ക്ക് പോയത് ഒരു ട്രാവലിംഗ് ബാഗിനകത്ത് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ വൈവയ്ക്ക് പോയത്. അങ്ങനെ അത്രയും സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും സൈഡിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ട് എവിടെന്നാ ക്വസ്റ്റ്യൻ ഒന്നും അതൊക്കെ റിലേറ്റ് ചെയ്ത്, പുറത്തൊന്നുമില്ല, അതിൽ നിന്ന് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഇപ്പൊ റെക്കോർഡ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പസിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ള റെക്കോർഡ് ബുക്ക് ആണെങ്കിൽ ആ പസിൽ ഒന്ന് പറയാ, അതിന്റെ ആൻസർ പറയാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. ഫസ്റ്റ് റെക്കോർഡ് ബുക്ക് വളരെ ഈസിയാണ് ഞാൻ തരുന്നത്. ഫസ്റ്റ് റെക്കോർഡ് ബുക്കിന്റെ പേര് മൈ കളക്ഷൻ ബുക്ക് എന്നാണേ. 2-3 ആക്ടിവിറ്റി ഞാൻ പറഞ്ഞുതരാം, ഒരു മനസ്സിലാകാൻ വേണ്ടി. എത്രത്തോളം പ്രോവർബ് എല്ലാവർക്കും അറിയാലോ, പഴഞ്ചൊല്ലുകൾ. ഫസ്റ്റ് ആ റെക്കോർഡിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 20 പഴഞ്ചൊല്ലുകൾ എഴുതാനാണ്. 20 പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇംഗ്ലീഷിലല്ലേ മാം? ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ടു മെനി കുക്സ് സ്പോയിൽ ദ ഡിഷ്, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി ഒക്കെ പറഞ്ഞ് നമ്മൾ കുറെ പ്രോവർബ്സ്, പിന്നെ ലുക്ക് ബിഫോർ യു ലീപ്, അങ്ങനെയുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാലോ അല്ലെ? ആ പിന്നെ എപ്പോഴും ക്ലാസ്സിൽ എല്ലാം എന്തോ എത്ര അറിയാൻ അത്രയൊക്കെ എഴുതിയാൽ മതി. ാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എന്താ നമ്പർ അത്രയും കിട്ടുമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ളത് റിഡിൽസ് ആൻഡ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇതൊക്കെ എഴുതി വെക്കണം. അതോ മിസ് പറയുമ്പോൾ എഴുതിയാൽ മതിയോ? വേണ്ട, കാരണം ഇനി നമുക്ക് റെക്കോർഡ് വാങ്ങാൻ പോണം. റെക്കോർഡ് വാങ്ങാൻ പോകുമ്പോ തന്നെ ഈ പേപ്പർ മാർട്ടോ ചെറിയ ബുക്ക് സ്റ്റോളിലൊക്കെ റെക്കോർഡ് കിട്ടും. ഈ +1 +2 കുട്ടികൾ വാങ്ങുന്ന ടൈപ്പ് റെക്കോർഡാണ്. നമ്മുടെ വീട്ടിലെ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് അറിയാം ആ റെക്കോർഡ് ബുക്ക് ഏതാന്ന്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് ആദ്യത്തിൽ വരുന്നത്. പിന്നെ റിഡിൽസ് ആൻഡ് പസിൽസ് ഞാൻ ക്ലാസ്സിൽ കൊടുത്തപ്പോ എല്ലാവർക്കും വന്ന് ഭയങ്കര ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ മലയാളത്തിൽ പറയില്ലേ കടങ്കഥകള്, കുസൃതി ചോദ്യം. കടങ്കഥകൾ എന്ന് പറയുമ്പോ എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാച്ച് ആവൂല, പക്ഷെ ആൻസർ പറയുമ്പോ നമ്മൾ പറയില്ലേ മുറ്റത്തെ ചെപ്പിനടപ്പില്ല നമ്മൾ പറയില്ലേ. അപ്പം പെട്ടെന്ന് കേൾക്കുമ്പോ അതാണ് കടങ്കഥ. അതിന് ഉള്ളിലാണ് ആൻസർ, സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദാറ്റ്. പക്ഷെ നമുക്ക് മുറ്റത്തെ ചെപ്പിനടപ്പില്ല, അതെന്താ? പക്ഷെ ആൻസർ വേറെ. പക്ഷെ കുസൃതി ചോദ്യം പസിൽസ് എന്ന് പറയുമ്പോ എന്താ പറയാ, ഇന്ന് നമ്മൾ ഈ ഏജ് ഒക്കെ വെച്ചിട്ട് പറയില്ലേ, ഹരിയുടെ ഏജ്, അവന്റെ അച്ഛന്റെ ഏജിന്റെ, അങ്ങനെയെങ്കിലും പറഞ്ഞ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതാണ് കുസൃതി ചോദ്യങ്ങള്. അത് എത്ര എഴുതണ്ട്? 10 ആണ്, പറ്റില്ലേ? 10. ടീച്ചറെ, ഒന്ന് പഴഞ്ചൊല്ലുകളും ഒന്ന് കുസൃതി ചോദ്യങ്ങളും എഴുതേണ്ടത്.
കടങ്കഥകളും വേണം. റിഡിൽസ് ആൻഡ് പസിൽസ്. റിഡിൽസ് രണ്ടും 10 ആണോ ടീച്ചർ എഴുതണ്ടേ? രണ്ടും 10. ആൻസർ 15 അല്ലേ? മറ്റേത് 20. ഇത് കിട്ടില്ലേ? 20 10. എപ്പോഴെല്ലാം കളക്ട് ചെയ്തൊക്കെ വെച്ചോ. ചില മിസ് ക്വസ്റ്റ്യൻസ് റെക്കോർഡ് മേടിക്കുമ്പോ റൂൾഡ് ആണോ അൺറൂൾഡ് ആണോ മേടിക്കേണ്ടത്? രണ്ടും ഉണ്ടല്ലോ. രണ്ടും ഉണ്ട്. അതാ പറഞ്ഞത്, നമുക്ക് 4 റെക്കോർഡ്സ് റൈറ്റ് സൈഡിൽ വരയുള്ളതും ലെഫ്റ്റ് സൈഡിൽ വരയില്ലാത്തതും അങ്ങനെ കിട്ടും. ഇനി 2 സൈഡും വരയില്ലാത്തതും കിട്ടും. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, അത് ഏതിലാ എഴുതേണ്ടത്? അത് ഒരു സൈഡ് നമ്മൾ ഒരു സൈഡിൽ എഴുതും. എനിക്ക് പക്ഷെ അത് കിട്ടാത്ത കാരണം ഞാൻ പ്ലെയിനിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡ് വരെയുള്ളത് വാങ്ങിയാൽ മതിയല്ലോ അല്ലെ അത് എഴുതാന്? ഇതെനിക്ക് എഴുതാനും ഉണ്ടായിരുന്നു, പിക്ചർ ഒട്ടിക്കണം. ഇതിന് റിലേറ്റഡ് ആയിട്ട് പിക്ചർ വേണം. അപ്പൊ ഈ സൈഡ് നമുക്ക് വരയില്ലാത്തതല്ലേ നല്ലത്, ഈ സൈഡിൽ വരയുള്ളതല്ലേ നല്ലത്. അതെ അതെ അതെ. ഇവിടെ നമുക്ക് എഴുതാം, ഇവിടെ പിക്ചർ ഒട്ടിക്കാലോ. ഈ വരയുള്ളതിൽ പിക്ചർ ഒട്ടിക്കുമ്പോ ആ വര ഇങ്ങനെ കാണുമ്പോ ഒരു സുഖം തോന്നില്ല കണ്ണിന്, അത്രേ ഉള്ളൂ. നീറ്റ് ഉണ്ടാവില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ലൈൻ ഉള്ളതിലൂടെ എഴുതുമ്പോ നമ്മളുടെ റൈറ്റിംഗ് കുറച്ച് നീറ്റ് ആയിരിക്കും. എനിക്കൊക്കെ വരയില്ലാത്തതിൽ എഴുതുക ഇച്ചിരി പണിയാണ്. അപ്പൊ മിസ് ഈ 4 ബുക്കിനകത്ത് വരയിട്ട് ഒരെണ്ണത്തിലാണല്ലേ ഇത് എഴുതേണ്ടത്? 4 റെക്കോർഡ്സ് റൈറ്റ് സൈഡ് ലൈൻ ഉള്ളത്, ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ. ഒരു റെക്കോർഡ് മാത്രം 2 സൈഡ് പ്ലെയിൻ. എങ്ങനെ വാങ്ങിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു കുറച്ച് നീറ്റായി റെക്കോർഡ് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വേണം എന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയായാലും കുഴപ്പമില്ല, പ്രോബ്ലം ഇല്ല. ഈ പ്രോവർത്ത് എഴുതുമ്പോ നമ്മൾ ഇപ്പുറ സൈഡിൽ പിക്ചർ ഒട്ടിച്ച് ഇപ്പുറ സൈഡിൽ എഴുതണം. അങ്ങനെ ചെയ്യണം. പ്രോവർട്സിന് പിക്ചർ വേണമെന്നില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരും. ഏതിനാണ് പിക്ചർ വേണ്ടതെന്നുള്ളത് പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിന് മാത്രം പിക്ചർ മതി. ഓക്കെ ഓക്കെ. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഇടുമോ? ഇടാം തീർച്ചയായിട്ടും ഇടാം. നമ്മൾ എന്ന് മുതൽ എന്തായാലും ഇതിന്റെ ഇത് ചെയ്യണോ മാം? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണോ ഇത്? സ്റ്റാർട്ട് ചെയ്യാൻ സമയം, കാരണം ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് ഇട്ടിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യല്ലേ നല്ലത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയാലോ. അതാണ് റെക്കോർഡ് വാങ്ങിക്കാം മിസ്സേ. ഈ ആഴ്ച റെക്കോർഡൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചു. അപ്പൊ നെക്സ്റ്റ് അപ്പോഴേക്കും ഞാൻ ക്ലാസ് റൂമിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് മൺഡേ അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരും. അപ്പൊ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാലോ. അതുപോലെ മിസ് പിജിക്കാർക്കും ഡിപ്ലോമക്കാർക്കും 2 പേർക്കും 5 റെക്കോർഡാണോ? അതെ അതെ, റെക്കോർഡ്സ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. സെയിം ആണ്. 5 വേണം. ഓക്കെ മാം. അവിടെ എന്തോ ക്വസ്റ്റ്യൻ റിഡിലൊക്കെ അത് വന്നല്ലോ. വാട്ട് ഹാസ് 1 eye but counts. Yes, correct. ദിവ്യ ശരിയാ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്ന് ക്ലാസ് എടുത്തില്ലേ, അതിൽ ഫസ്റ്റത്തെ ഒരു 2-3 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? മെയിൻ പോയിന്റ് 1ഉം 2ഉം ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞ കാര്യങ്ങളാണോ? യെസ് മാം, യെസ്. ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞത്. എന്നെ കുഴപ്പിച്ചൂലോ. ഞാനത് എന്താ മറന്നോ മാം? മറന്നതല്ല, നമ്മൾ ഒത്തിരി ഇൻവോൾവ് ആയിട്ട് ക്ലാസ്സിലിരുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് ഓർമ്മ കിട്ടണില്ല. സെൻസസിനെ കുറിച്ച് പറഞ്ഞതാണോ? സെൻസസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിന് മുമ്പ് എന്തോ പറഞ്ഞു, നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ്. ആണോ? മറിയം മോണ്ടിസോറിയെ കുറിച്ചാണോ? 3 years പ്ലാൻ ഒന്ന് പറയോ? ഏതാണ്? 3 years പ്ലാൻ. 3 years പ്ലാൻ മോണ്ടിസോറി മെത്തേഡ് വരുന്നതാണോ? മിക്സ്ഡ് ഏജ്ഡ് ഗ്രൂപ്പ്. മിക്സഡ് ഏജ്ഡ് ഗ്രൂപ്പ് 3 years പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years തുടങ്ങി 6 years വരെയുള്ള കുട്ടികളാണ്. ദാറ്റ് ഇസ് 3 to 4, 4 to 5, 5 to 6. ഈ ഏജിലുള്ള കുട്ടികളായിരിക്കും. 3.5 വയസ്സ്, 4.5 വയസ്സ്, അങ്ങനെയൊക്കെ. അവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരിക്കും. അല്ലാതെ 3 വയസ്സുള്ളവർ ഒരു ഗ്രൂപ്പ്, 4 വയസ്സുള്ളവർ വേറൊരു ക്ലാസ്, അങ്ങനെയില്ല. ഇവിടെ ക്ലാസ് റൂം ഇല്ല ശരിക്കും. 3 സെൻസസ് പറഞ്ഞില്ലേ? 3 സെൻസസ്. നമ്മളുടെ വിഷ്വൽ കാണുന്നത്, ഓഡിറ്റ് കേൾക്കുന്നത്, ഫീൽ ചെയ്യുന്നത്, കിനസ്തെറ്റിക്സ്. ഈ 3 years പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാമോ?
3 years പ്ലാൻ 3 ഇയർ തുടങ്ങി 6 ഇയർ വരെയുള്ള കുട്ടികളാണ് മോണ്ടിസോറി സ്കൂളിൽ. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത സ്കൂളിലേക്ക് മാറ്റുവാണ്. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് അവിടെ 3 to 6. എന്താണ് 1 പറഞ്ഞല്ലോ, 3 years കഴിഞ്ഞ് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് 1 ഇല്ലേ, രണ്ടാമത്തെ, അതും കൂടി ഒന്ന് പറഞ്ഞു. അൺഗ്രേഡഡ് ആണോ ഉദ്ദേശിച്ചത്? അതോ സെൻസ് ആണോ? അൺഗ്രേഡഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുഴുവൻ പറഞ്ഞിട്ടില്ല. നമുക്ക് റാങ്കിങ്ങോ കോമ്പറ്റീഷനോ പരീക്ഷയോ അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റമോ ഒന്നുമില്ല. ഇവിടുത്തെ ലേണിംഗ് ആ ഒരു രീതിയല്ല എന്നാണ് പറഞ്ഞത്. ഗ്രേഡഡ് ആണ്. ഈ പോയിന്റ്സ് പറയാനാണോ എന്നോട് പറഞ്ഞത്? ഞാൻ വിചാരിച്ചു. പിന്നെ ഒബ്ജക്ട്സ്, അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ കാണിച്ച മൂവബിൾ ആൽഫബറ്റ്സ്, ഇതുപോലുള്ള സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ട് അവർക്ക് ഇവർ അതിലൂടെ ഇങ്ങനെ വിരലോടിക്കും. സോ പെട്ടെന്ന് തന്നെ അവരുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആകും ഈ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മൾട്ടി സെൻസറി മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ സെൻസ് യൂസ് ചെയ്തിട്ടുള്ള പല മെറ്റീരിയൽസ് ആയിരിക്കും. പിന്നെ ഓരോ മെറ്റീരിയൽസും ഓരോ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഓരോന്ന് ചെയ്യുന്നതിന് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു കുട്ടികൾക്ക് ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കില്ലേ, ഇങ്ങനെ ഒരു പ്രിസം പോലെ ഇങ്ങനെ ഇരുന്നിട്ട് റിങ്, പല പല ഡയമീറ്ററിലുള്ള റിങ്, എന്നിട്ട് കറക്റ്റ് ഓർഡറിൽ ഇപ്പൊ ഏറ്റവും താഴെ ഏറ്റവും വലിയ ഡയമീറ്ററുള്ള റിങ് വരും, അതിന്റെ മുകളിൽ അടുത്തത്, അങ്ങനെ ഇങ്ങനെ വന്ന് കംപ്ലീറ്റ് ചെയ്യണത്. കുട്ടികൾ ചിലപ്പോൾ തെറ്റിയിട്ട് ചിലപ്പോൾ ചെറിയ റിങ് ആദ്യം ഇടും, അത് കഴിഞ്ഞ് അടുത്തത് ഇടുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തോ ഓർഡർ തെറ്റിയിട്ടുണ്ട്. അവർ വീണ്ടും അത് തിരിച്ചെടുത്തിട്ട് വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെ പല റിപ്പീറ്റഡ്ലി ചെയ്ത് ചെറിയ കുട്ടികൾ ടോയ്സുകൾ വെച്ച് കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാതെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അവര് കുറേ സമയം എടുത്താണെങ്കിലും അവരത് ചെയ്യും. ഇനി അഥവാ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് നമ്മളൊരു നോട്ടം നോക്കും. അതിന്റെ അർത്ഥം നമ്മൾ ഇടപെടണം എന്നാ. അത് തന്നെയാണ് മോണ്ടിസോറി മെത്തേഡില്. ഇവരിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യും. അപ്പൊ നമ്മൾ ഇവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പീറ്റഡ്ലി ചെയ്തിട്ട് അവർക്ക് ഹെൽപ്പ് വേണം. ദാറ്റ് ടൈം അവര് നമ്മളെ നോക്കും. ഇത് തന്നെയാണ് കുഞ്ഞു പിള്ളേർ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ആ ഒരു ഏജിലും ഇത് തന്നെ കാണാം. ആ സമയത്തെ നമ്മൾ ഇന്റർവെൻഷൻ നടത്താൻ പാടുള്ളൂ. അല്ലാതെ നീ ചെയ്തത് ശരിയല്ല, ഇത് കറക്റ്റ് അല്ല, ഇങ്ങനെയാണ് ശരി, അങ്ങനെ ഒരു കറക്ഷനും അങ്ങനെ ചെയ്യരുത്. അവരെ നോക്കുമ്പോൾ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുക. അപ്പൊ അത് അവരുടെ രജിസ്റ്റർ ആവും. അവര് പിന്നെ അത് കറക്റ്റ് അത് റിപ്പീറ്റ് ചെയ്യും. അതൊക്കെ നമുക്കിനി പറയാം. ഈ സെഷൻ മുഴുവൻ അതാണ്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ട്രെയിനിങ്ങിന് സ്കൂളിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുപോകേണ്ടി വരുമോ? ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുപോകരുത്. അവിടെ ചെന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ നോക്കുക. ആ മെറ്റീരിയൽസ് കൊണ്ട് അവിടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ, അത് നെക്സ്റ്റ് സെഷനിൽ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്ത ബാച്ചിലെ പിള്ളേരെല്ലാം ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കുട്ടി ഫസ്റ്റ് ഡേ തന്നെ ചെന്നപ്പോ തന്നെ അതിന് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു അത് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് റൈംസ് ആണ് കൂടുതൽ ഇഷ്ടം. പാട്ടുകളിലൂടെ പഠിപ്പിക്കുന്നതാണ് അവർക്ക് ഇഷ്ടമായി എന്ന് മനസ്സിലായി. അപ്പൊ മാറ്റി ഒരു പാട്ട് റൈംസ് യൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അത് നമ്മൾ ഡിപ്പെൻസ്, നമ്മൾ പോകുന്ന സ്കൂളും നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളുടെ ഇതനുസരിച്ച് വേണം നമ്മൾ ആക്ടിവിറ്റീസ് പ്രസന്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ചെല്ലുന്ന സ്കൂളിൽ നമുക്ക് അതിന്റെ ആവശ്യം വരാതിരിക്കാം. അത് ഡിപ്പെൻസ്. കുട്ടികൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് വേണം നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ. അത് അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് വന്നോളൂ, അതൊന്നും പ്രശ്നമില്ല. ആ സമയം ആകുമ്പോഴേക്കും അത് നാച്ചുറൽ ആയിട്ട് വരും. ആഫ്റ്റർ ഓൾ നിങ്ങളെല്ലാം മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നവരല്ലേ, നാച്ചുറലി വരുന്നതാണ് അതല്ല. സോ ഇനി എന്തെങ്കിലും ഉണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു മാം, വളരെയധികം ഇഷ്ടപ്പെട്ടു. അതെ മിസ്, താങ്ക് യു. ഞാൻ റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഞാൻ ആയിരുന്നു. കാണിച്ചു തരട്ടെ, ഇതാണോന്ന് നോക്കുവോ? റെക്കോർഡ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടോ? കാണിച്ചോളൂ. ഞാൻ കണ്ടില്ല കേട്ടോ, കാരണം ഈ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം ആ സ്ക്രീനിൽ അതായി. നോക്കട്ടെ ആരായിരുന്നു?
ആ ഓക്കെ, ഞാൻ പിൻ ചെയ്യട്ടെ കേട്ടോ, അപ്പൊ എനിക്ക് വലുതായിട്ട് കാണാലോ. ഇത് മതി. എത്ര രൂപയായി ഹർഷിത? പക്ഷെ ഇവിടെ രണ്ട് സൈഡും വര ഇല്ലാത്തത് ഇവിടെ ഇല്ല. കുഴപ്പമില്ല, ഞാനത് കുറച്ചുകൂടെ പിക്ചറൊക്കെ ഒട്ടിക്കുമ്പോ ഒരു രസമായിരിക്കും അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നിർബന്ധമല്ല, നമുക്ക് കാണുമ്പോ ഒരു രസം ഉണ്ടാവും, അത് മാത്രം. നമ്മൾ ആരെയും കാണിക്കാനുള്ളതല്ല, അത് നമ്മളുടെ അസറ്റാ, നമുക്ക് കയ്യിൽ സൂക്ഷിക്കാനുള്ളതാ. നമ്മൾ കുട്ടികളുടെ അടുത്തേക്കോ എവിടേക്കും നമ്മളത് കൊണ്ടുപോകില്ല, നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ. പുതിയ മിസ്സാണോ? യെസ്, നിങ്ങൾക്ക് പുതിയതാ. ഫെബ്രുവരിയിൽ ക്ലാസ് ഉള്ള ബാച്ച് തുടങ്ങിയുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി മൺഡേ കാണാം അല്ലേ? താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. നമ്മുടെ ബേബീസ് ഒക്കെ ഉണ്ടല്ലോ ക്ലാസ്സിൽ.